പരസ്യമായിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി ഇതുവരെ പരസ്യമായിട്ട് SDPI ബന്ധം തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ വോട്ട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അവിടെയാണ് അഭിമന്യുവിൻ്റെ കാര്യവും കൈവെട്ട് കേസും ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. കൈവെട്ട് കേസിലെ അത് അനുഭവിച്ച പ്രതി ഇടതുപക്ഷ സഹയാത്രികരാണ് പ്രൊഫസർ ജേക്കബ്. അദ്ദേഹം പറയട്ടെ, ശരിയാണോ? അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഞാൻ വായിച്ച ഒരാളാണ്. അദ്ദേഹം പറയട്ടെ, ശരിയാണോ? അപ്പൊ ഇന്ന് കേരളത്തിൽ ഭരണം ഉറപ്പിക്കാൻ വേണ്ടി SDPIയും PDPയും അടക്കമുള്ള എല്ലാ തീവ്ര സംഘടനകളുമായി കൈകോർത്ത് പിടിക്കാൻ ഒരു മടിയും അവർക്കില്ല. ഒരു ഭാഗത്ത് അതാണ് BJPയുമായിട്ട് കൈകോർത്ത് പിടിക്കുക. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ ഡ്രാഫ്റ്റാണ് ഇപ്പൊ സംസാരിക്കുന്നത്. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ കാര്യമാണ് തെരഞ്ഞെടുപ്പുകളിൽ പ്രസംഗിക്കുന്നത്. അതാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിനെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹം രാഹുൽ ഗാന്ധി പക്വതയില്ലാതെ സംസാരിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ രാഹുൽ ഗാന്ധി പറയുന്നത്. നമ്മുടെ മോഡിയുടെ പുസ്തകം കേട്ടാലും പിണറായി വിജയന്റെ പുസ്തകം കേട്ടാലും രണ്ടും ഒന്നാണ്. രണ്ടുപേരുടെയും കണ്ടന്റ് ഒന്നാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്. അപ്പോൾ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാതിരിക്കാൻ എല്ലാ തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെയും വർഗീയ സംഘടനകളെയും കൂട്ടുപിടിക്കാനുള്ള ഇവരുടെ നീക്കം ഇവർക്ക് തിരിച്ചടി നൽകും.